ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ ഒറിജിനൽ മാലക കുഞ്ഞിനെ പറ്റിയാണ് പറഞ്ഞത്. അത് മുഴുവനായും പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഞാൻ ഇന്ന് പറയുന്നത്. ആ മാലാക കുഞ്ഞിനെ പറ്റി വർണ്ണിക്കുവാൻ എനിക്ക് വാക്കുകളില്ലായിരുന്നു. അത്രയും അതിസൗന്ദര്യമുള്ളവളായിരുന്നു അവൾ. അവളുടെ കരിനീല കണ്ണുകൾ കൊണ്ട് പല ഗോഷ്ഠികളും കാണിച്ച് എന്നെ സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അവൾ പല കുസൃതി കളികളും കളിച്ചുകൊണ്ടേയിരുന്നു. എന്നെ പിച്ചുന്നുണ്ടായിരുന്നു, എന്നെ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ മുഖം പിടിച്ച് കുലുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നെ ചിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ മാലാക കുഞ്ഞ്. അവളുടെ ആ സ്നേഹത്തിൽ ഞാൻ വീണുപോയി. അങ്ങനെ ആ കുഞ്ഞുമായി ഉച്ച സമയം വരെ ഞാൻ സ്പെൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ എൻ്റെ വേദനയെല്ലാം മാറി ആ കുഞ്ഞ് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബെൽ മുഴങ്ങുന്നതിന് തൊട്ടു മുന്നേ ഈ മാലാക കുഞ്ഞ് എൻ്റെ അരികിൽ നിന്നും അല്പം അകലത്തിലായി മാറി നിന്നു. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല ഈ കുഞ്ഞ് എന്തിനാണ് എൻ്റെ അരികിൽ നിന്നും അല്പം അകലത്തിലായി മാറി നിന്നതെന്ന്. ആ കുഞ്ഞിൻ്റെ ലക്ഷ്യം ആ കുഞ്ഞിനെ ടീച്ചേഴ്സിൻ്റെ കണ്ണിൽ പെടാതിരിക്കുവാൻ വേണ്ടിയാണ് അല്പം അകലത്തിലായി മാറി നിന്നത്. അങ്ങനെ ബെൽ മുഴങ്ങി. കുഞ്ഞുങ്ങളെല്ലാം ഉച്ചഭക്ഷണത്തിനായി മുറ്റത്തേക്ക് ഇറങ്ങി. അങ്ങനെ എൻ്റെ കുഞ്ഞും എൻ്റെ കുഞ്ഞിൻ്റെ സഹപാഠികളുമായ 5 പെൺകുഞ്ഞുങ്ങളും എൻ്റെ ചുറ്റിലും വന്നു നിന്നു. അപ്പോഴാണ് ആ മാലാക കുഞ്ഞ് പതുക്കെ പതുക്കെ പതുങ്ങിയാണ് വരുന്നത്. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഒച്ചത്തിൽ കൂവാൻ തുടങ്ങി. അമ്മേ അമ്മേ, ഞങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞുങ്ങളെല്ലാം എന്നെ തലോടുന്നു, എന്നെ കെട്ടിപ്പിടിക്കുന്നു, എന്നെ ഉമ്മ വെക്കുന്നു. അങ്ങനെ പലതും എന്നെ സ്നേഹത്തോടെ വിളിച്ചിട്ട് എന്നെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം വരാന്തയിൽ ഉണ്ടായിരുന്ന വിനയ മാഷ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വിനയ മാഷക്ക് അറിയാൻ സാധിച്ചില്ല ഈ കുഞ്ഞുങ്ങളുടെ നടുവിൽ ഒരു മാലാക കുഞ്ഞ് ഇരിപ്പുണ്ടെന്നും അവളാണ് ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതെന്ന്. അങ്ങനെ വിനയമാഷ് ശ്രദ്ധിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. വിനയമാഷെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. വിനയമാഷക്കൊന്നും കാര്യം പിടികിട്ടിയിട്ടില്ല. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെല്ലാം ഒരല്പസമയം വരെയും എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് എൻ്റെ അടുത്തു നിന്നും ഭക്ഷണത്തിന് വേണ്ടി ടീച്ചേഴ്സിൻ്റെ അരികിലേക്ക് പോയി. അപ്പോൾ ആ മുറ്റത്ത് ഒരു മഞ്ഞുടുപ്പിട്ട ഒരു മിടുക്കി പെൺകുട്ടി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ മാലാക കുഞ്ഞ് ആ പെൺകുട്ടിയുടെ അരികിലേക്ക് ചെല്ലുകയും അവളുടെ ദേഹത്തിൽ ചാടി കുടിയിരുന്നു. ആ നിമിഷം തന്നെ പെൺകുട്ടി ചോറ്റുപാത്രവുമായി എൻ്റെ അരികിൽ വന്നു നിന്നുകൊണ്ട് എന്നെ ഉറ്റുനോക്കിക്കൊണ്ട് സ്നേഹത്തോടെ എന്നെ അവൾ ഇടം കൈ കൊണ്ട് എൻ്റെ നെറുകിൽ തലോടിക്കൊണ്ട് വിളിക്കുകയാണ്, അമ്മേ അമ്മേ, ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു. എന്നിട്ട് അവൾ ഒരു പിടി ചോറ് വാരി എൻ്റെ വായിൽ വെച്ച് തരികയാണ്. അമ്മ കഴിക്കുമെന്നും പറഞ്ഞു. ഞാൻ വിസമ്മതിച്ചു. ഞാൻ ആ ഭക്ഷണം കഴിച്ചില്ല. എനിക്കറിയാം അതൊരു കൊച്ചു കുഞ്ഞിൻ്റെ ഭക്ഷണമായതുകൊണ്ടാണ് ഞാൻ ആ ഭക്ഷണത്തെ വിസമ്മതിച്ചത്. ഇത് ആ മാലാക കുഞ്ഞിന് അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ